അണ്ണാനഗർ ഭവന പദ്ധതിയുടെ ആധാരം സമർപ്പണവും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിക്കലും വാണിയപ്പാറ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. മദർ തെരേസയോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മദർ തെരേസ പറയുന്ന മറുപടി ഇതാണ്: ഐ ആം ഹെൽപ്പിംഗ് അതേഴ്സ് ടു സ്മൈൽ. ഞാൻ മറ്റുള്ളവരെ ചിരിക്കാൻ സഹായിക്കുകയാണ്. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നീയും നിനക്കും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. ആ മാധ്യമപ്രവർത്തകന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മായുന്നുണ്ട്. കാരണം അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ വേർപിരിയലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഞാനാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയ എൻ്റെ ജീവിത പങ്കാളി ഇതുവരെയും ഒന്ന് കേൾക്കാനോ അവളെ ഒന്ന് ചിരിപ്പിക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അയാളെ കുറ്റബോധം വല്ലാതെ അലട്ടി. ഇങ്ങനെയാണ് സംഭവം പറഞ്ഞു പോകുന്നത്. സ്നേഹമുള്ളവരെ, വചനം സങ്കീർത്തനം 90:10 പറയുന്നുണ്ട്, മനുഷ്യന്റെ ആയുസ് 70 വർഷമുണ്ടാകും, ഏറിയ 80 വർഷവും. ഇങ്ങനെ വചനം പറയും. ഇതൊക്കെ പറയുന്ന ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതം അത്രയോ നിസ്സാരമാണ്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വീടും സ്ഥലവും ഇല്ലാത്തവർ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്നതൊരവസ്ഥയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കുറെ പേർക്ക് ഭൂമി അധികമുള്ളവരിൽ നിന്ന് ഭൂമി വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് പദ്ധതികൾ പല വട്ടങ്ങളിലായിട്ടിട്ടെങ്കിൽ പോലും മുഴുവൻ പേർക്കുമായിട്ടില്ല. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും പഞ്ചായത്തും ചേർന്ന് പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിയോട് ചോദിക്കായിരുന്നു, എത്ര പേരുടെ അപേക്ഷയുണ്ട്? 30-35 അപേക്ഷ ഇനിയും ഒരു സ്കീമിൽ ബാക്കി നിൽക്കുന്നു. പുതിയ അപേക്ഷ ക്ഷണിച്ചാൽ കൂടുതൽ ആളുകൾ അപേക്ഷകരായിട്ട് വരും. അപ്പോൾ വീടില്ലാത്തവര്, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവര് നിരവധി പേര് നമ്മുടെ ഇടയിലുണ്ട്. അയ്യൻകുന്ന് പോലുള്ള ഒരു കാർഷിക ഗ്രാമീണ മേഖലയിൽ ഭൂമി സാധാരണഗതിയിൽ ലഭ്യമാകുന്ന ഒരു സ്ഥലത്ത് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ടൗൺഷിപ്പിലെ കുറെ കൂടി ഈ പ്രശ്നം രൂക്ഷമാണ്. അവിടെയാണ് ഭൂമിയുള്ളവർക്ക് സഹായിക്കാൻ സന്മനസ്സുകൂടി ഉണ്ടെങ്കിൽ സഹായിക്കാൻ സാധിക്കും എന്ന് ബാബു സാർ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. നമുക്കറിയാം, ഇന്ന് ഉള്ളവൻ എത്രത്തോളം വെട്ടിപ്പിടിക്കാമോ അത്രയും വെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ബാബുചേട്ടനെ പോലെയുള്ള ആളുകൾ തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്തുകൊണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ബാബുചേട്ടനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിൻ്റെ സമ്പാദ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം 1 സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഷെഡ് വെച്ച് ഒരു കൂര കുത്തിയാണെങ്കിലും കിടക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഭൂമി 5 സെന്റ് വീതം ഭൂമിയാണ് ഇവിടെ നൽകുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ഒരു കുടുംബത്തിന് 5 സെന്റ് ഭൂമി വീതം 10 പേർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഏറെ അഭിമാനം, സന്തോഷം ഈ വീട് വെക്കുന്നതിനുള്ള ഭൂമി നൽകുന്നതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ബാബുചേട്ടൻ 14 സെന്റ് സ്ഥലം നമുക്ക് തന്നു കഴിഞ്ഞു.